ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസീസസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുല്യ, എന്താണ് ഹൈപ്പോപ്രോട്ടീനീമിയ? ഹൈപ്പോപ്രോട്ടീനീമിയ എന്താണ്? സിംറ്റംസ് പറ. അതുല്യ, കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഓക്കെ, ഹുസ്ന വേണ്ട. ഹുസ്ന കോസസും ഡയഗ്നോസിസും പറ. ഓക്കെ, റിസാന, വാട്ട് ആർ ദി ട്രീറ്റ്മെന്റ്? ഓക്കെ, ഷംന, എന്താണ് ക്യാഷ് വർക്കർ? Celia, what are symptoms and diagnosis? Okay, Anuja, what are the management? Vitamin and mineral supplementation. Okay, ഇത്രയാണ് കഴിഞ്ഞ ദിവസം പഠിച്ചത്. നെക്സ്റ്റ് മൂന്നാമത്തെ കണ്ടീഷൻ മരാസ്മസ്. അടുത്ത കണ്ടീഷൻ മരാസ്മസ്. ഓക്കെ, എന്താന്ന് നോക്കാം. മരാസ്മസ് is a form of malnutrition caused by a severe deficiency of protein, vitamins, minerals, carbohydrates and lipids. ഓക്കെ, മരാസ്മസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോഷകക്കുറവിന്റെ രീതിയിലുള്ള ഒരു കണ്ടീഷനാണ്. മാൽന്യൂട്രീഷൻ പോഷകക്കുറവ്. ഓക്കെ, പോഷകക്കുറവ് മൂലമുള്ള ഒരു കണ്ടീഷനാണ് മരാസ്മസും. ഇതിന് കാരണമായിട്ടുള്ളത് പ്രോട്ടീൻ, വിറ്റാമിൻ, മിനറൽ, കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ് ഇതിന്റെ എല്ലാം സിവിയർ ആയിട്ടുള്ള ഡെഫിഷ്യൻസി. ഓക്കെ, ഇതിന്റെ എല്ലാം ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് മരാസ്മസ്. ഇത് മാൽന്യൂട്രീഷന്റെ ഒരു ഫോം ആണ്, മീൻസ് പോഷകക്കുറവിന്റെ ഒരു രൂപമാണ്. എന്നിട്ട് പറയാം, മരാസ്മസ് is a form of malnutrition caused by a severe deficiency of protein, vitamins, minerals, carbohydrates and lipids. ഇതിന്റെ എല്ലാം കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ ആണ്. ഇത് പോഷകക്കുറവിന്റെ ഒരു ഫോം ആണ്. നെക്സ്റ്റ് സിംറ്റംസ്. In that dizziness. Second one weight loss. Third one dehydration. Dehydration എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടമാവുക. ഓക്കെ, അതായത് ത്രൂ യൂറിൻ അല്ലെങ്കിൽ ത്രൂ സെറ്റ്, ഓക്കെ, വിയർപ്പിൽ കൂടിയോ യൂറിൻ കൂടിയോ ഒക്കെ ജലാംശം കൂടുതലായിട്ട് നഷ്ടമാകുന്നതിനാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡീഹൈഡ്രേഷൻ. ദെൻ നെക്സ്റ്റ് വൺ ക്രോണിക് ഡയറിയ, നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ഡയറിയ. ദെൻ ഷ്രിങ്കേജ് ഓഫ് സ്റ്റൊമക്ക്. ഷ്രിങ്കേജ് ഓഫ് സ്റ്റൊമക്ക് മീൻസ് സ്റ്റൊമക്ക് ചുരുങ്ങി പോവുക. ഷ്രിങ്കേജ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങുക. ഓക്കെ, സ്റ്റൊമക്ക് ചുരുങ്ങുക. ദെൻ നെക്സ്റ്റ് വൺ ഡ്രൈ സ്കിൻ ആൻഡ് ബ്രിറ്റിൽ ഹെയർ. സ്കിൻ ഡ്രൈ ആവുക, അതുപോലെ തന്നെ ഹെയർസ് എല്ലാം ബ്രിറ്റിൽ പൊട്ടിപ്പോവുക. ദെൻ നെക്സ്റ്റ് വൺ സ്റ്റണ്ടഡ് ഗ്രോത്ത്. സ്റ്റണ്ടഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളർച്ച മുരടിക്കുക.
സ്റ്റാൻഡേർഡ് ഗ്രോത്ത്, വളർച്ച മുരടിക്കുക. ഇത്രയാണ് ലക്ഷണങ്ങൾ. ഒന്നുകൂടി പറയാം. ഡിസിനസ്, വെയിറ്റ് ലോസ്, ഡീഹൈഡ്രേഷൻ, ക്രോണിക് ഡയറിയ, shrinkage of stomach, dry skin and brittle hair, then standard growth. Clear? Next, causes. Causes. In that, first point, severe deficiency of protein, vitamin, mineral, carbohydrates and lipids. ഇതിന്റെ എല്ലാം കുറവ് കാരണം, അതായത് സിവിയർ ആയിട്ടുള്ള പ്രോട്ടീൻ, വിറ്റാമിൻ, മിനറൽ, കാർബോഹൈഡ്രേറ്റ്സ് ഇതിന്റെ എല്ലാം കുറവാണ് പ്രധാനപ്പെട്ട കാരണം. ഓക്കെ. ദെൻ സെക്കൻഡ് വൺ, വൈറൽ, ബാക്ടീരിയൽ ആൻഡ് പാരസൈറ്റിക് ഇൻഫെക്ഷൻസ്. അതായത് വൈറസ് മൂലം അല്ലെങ്കിൽ ബാക്ടീരിയ മൂലം അല്ലെങ്കിൽ പാരസൈറ്റിക് മൂലമുള്ള ഇൻഫെക്ഷൻസും ഒരു കാരണമാകാം. വൈറൽ, ബാക്ടീരിയൽ ആൻഡ് പാരസൈറ്റിക് ഇൻഫെക്ഷൻസ്. ദെൻ തേർഡ് പോയിന്റ്, ചിൽഡ്രൻ, older adults and people with a weak immune system are more prone to marasmus. അതായത് ചിൽഡ്രൻസും ഓൾഡർ ആയിട്ടുള്ള അഡൾട്ട്സും അതുപോലെ തന്നെ വീക്ക് ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ള ആൾക്കാരും ഇവരൊക്കെയാണ് കൂടുതലായിട്ട് മരാസ്മസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ കൂടുതലായിട്ട് വരാനുള്ള സാധ്യത ഈ ഗ്രൂപ്പിനൊക്കെയാണ്. ചിൽഡ്രൻസിന്, ഓൾഡർ അഡൾട്ട്സിന്, അതുപോലെ തന്നെ വീക്ക് ആയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ളവർക്കൊക്കെയാണ് ഈ മരാസ്മസ് കൂടുതൽ വരാനുള്ള ചാൻസ്. ഓക്കെ. പ്രോൺ എന്ന് പറഞ്ഞാൽ സാധ്യത. Okay, children, older adults and people with weak immune system are more prone to marasmus. Next one, starvation. അടുത്ത point, starvation means പട്ടിണി മൂലമൊക്കെ വരാം starvation. Okay, next one, unavailability of food. സെയിം മീനിങ് തന്നെ. അടുത്ത പോയിന്റ്, അൺഅവൈലബിലിറ്റി ഓഫ് ഫുഡ് കറക്റ്റ് ആയിട്ട് ഫുഡ് ലഭിക്കാത്ത സിറ്റുവേഷൻസിലൊക്കെ വരാം. ഓക്കെ. ഇത്രയാണ് കോസസ്. ഫസ്റ്റ് വൺ, സിവിയർ ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ, വിറ്റാമിൻസ്, മിനറൽസ്, കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ലിപ്പിഡ്സ്. ദെൻ സെക്കൻഡ് പോയിന്റ്, വൈറൽ, ബാക്ടീരിയൽ ആൻഡ് പാരസൈറ്റിക് ഇൻഫെക്ഷൻസ്. Third one, children, older adults and people with a weak immune system are more prone to marasmus. Then next one, starvation. Next one, unavailability of food. Next, diagnosis. The diagnosis, okay, in that first one, physical examination. Physical examination എന്താ പറയാ, head to foot examination, head to toe examination എന്നൊക്കെ പറയും. Means height checking, weight checking, പിന്നെ ഓരോ ഭാഗങ്ങളെ കുറിച്ചെല്ലാം ചെക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ചെല്ലാം പഠിക്കുന്നത്. അതാണ് ഫിസിക്കൽ എക്സാമിനേഷൻ. ദെൻ സെക്കൻഡ് വൺ, ബ്ലഡ് ടെസ്റ്റ്. ദെൻ നെക്സ്റ്റ് വൺ, യൂറിൻ ടെസ്റ്റ്. ദെൻ നെക്സ്റ്റ് വൺ, സ്റ്റൂൾ എക്സാമിനേഷൻ. ഒന്നുകൂടി പറയാം, ഡയഗ്നോസിസ്, ഫിസിക്കൽ എക്സാമിനേഷൻ, ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ് ആൻഡ് സ്റ്റൂൾ എക്സാമിനേഷൻ. നെക്സ്റ്റ്, മാനേജ്മെന്റ്. Okay, in that first one, diet rich in protein like skimmed milk and other energy providing food supplements to increases. അതായത് ഡയറ്റിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് എടുക്കുക. അതായത് സ്കിംഡ് മിൽക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊഴുപ്പ് നീക്കം ചെയ്ത പാല് ഒക്കെ ഉപയോഗിക്കുക. അതുകൂടാതെ തന്നെ എനർജി, ഊർജം പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് ഫുഡ് സപ്ലിമെന്റ്സ് എല്ലാം ഇൻക്രീസ് ചെയ്യുക, കൂട്ടുക. അതാണ് പോയിന്റ് പറഞ്ഞത്. ഡയറ്റ് റിച്ച് ഇൻ പ്രോട്ടീൻ ലൈക്ക് സ്കിംഡ് മിൽക്ക് ആൻഡ് അതർ എനർജി പ്രൊവൈഡിങ് ഫുഡ് സപ്ലിമെന്റ്സ് ടു ഇൻക്രീസസ്. എനർജി പ്രൊവൈഡ് ചെയ്യുന്ന മറ്റു ഫുഡ് സപ്ലിമെന്റ്സ് എല്ലാം ഇൻക്രീസ് ചെയ്യുക, കൂട്ടുക. ദെൻ നെക്സ്റ്റ് പോയിന്റ്, മൾട്ടി വിറ്റാമിൻ സപ്ലിമെന്റ്സ് ടു ഇംപ്രൂവ് അപ്പറ്റൈറ്റ് ആൻഡ് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി. അതായത് മൾട്ടി വിറ്റാമിൻ സപ്ലിമെന്റ്സ് വഴി എന്താ പറയാ, വിശപ്പിനെ ഇംപ്രൂവ് ചെയ്യാൻ, മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ മറ്റു ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിനൊക്കെ ട്രീറ്റ് ചെയ്യാനും യൂസ് ചെയ്യും. മൾട്ടി വിറ്റാമിൻ സപ്ലിമെന്റ്സ് ടു ഇംപ്രൂവ് അപ്പറ്റൈറ്റ് ആൻഡ് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഡീഹൈഡ്രേഷൻ സിംറ്റംസ് can be prevented by the intake of water and other fluids that contain electrolytes. ഡീഹൈഡ്രേഷൻ സിംറ്റംസിനെ, അതായത് ശരീരത്തിൽ നിന്ന് ജലം നഷ്ടമാകുന്ന ആ ഒരു ലക്ഷണങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ നന്നായിട്ട് കുടിക്കുക. അതുകൂടാതെ തന്നെ മറ്റു ഫ്ലൂയിഡ്സ്, അതായത് ഫ്ലൂയിഡ്സിൽ ഇലക്ട്രോലൈറ്റ്സ് അടങ്ങിയ ഫ്ലൂയിഡ്സ് എല്ലാം കുടിക്കുക. ഓക്കെ.
അതായത് dehydration symptoms can be prevented by the intake of water and other fluids that contain electrolytes. Next point, few antibiotics or other medications are given to treat pathogenic infections. Means pathogenic ആയിട്ടുള്ള ഇൻഫെക്ഷൻസിനെ ട്രീറ്റ് ചെയ്യാൻ ചെറിയ രീതിയിലുള്ള ആന്റിബയോട്ടിക്സും അതുപോലെ തന്നെ മറ്റു മെഡിക്കേഷൻസ് ഒക്കെ കൊടുക്കും. ഇത്രയാണ് മാനേജ്മെന്റ്. ഒന്നുകൂടി പറയാം, ഡയറ്റ് റിച്ച് ഇൻ പ്രോട്ടീൻ ലൈക്ക് skimmed milk and other energy providing food supplements to increases. Then next one, multivitamin supplements to improve appetite and nutrition deficiency. Next one, dehydration symptoms can be prevented by the intake of water and other fluids that contain electrolytes. Next one, few antibiotics or other medications are given to treat pathogenic infections. ഇത്രയാണ് മരാസ്മസ്. മരാസ്മസ് ക്ലിയർ ആയോ? Okay, few antibiotics or other medications are given to treat pathogenic infections. Pathogenic infection എന്ന് പറഞ്ഞാൽ രോഗകാരികളായിട്ടുള്ള മീൻസ് ബാക്ടീരിയൽ, വൈറൽ ആൻഡ് പാരസൈറ്റിക് ഇൻഫെക്ഷൻസ്. ഓക്കെ, പാത്തോജനിക് എന്ന് പറഞ്ഞാൽ രോഗകാരികളായിട്ടുള്ള മൈക്രോ ഓർഗാനിസം. ഓക്കെ, അതായത് ബാക്ടീരിയയും വൈറസും പാരസൈറ്റും ഒക്കെ പരത്തുന്ന അസുഖങ്ങളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആന്റിബയോട്ടിക്സ് അതുപോലെ തന്നെ മറ്റു മെഡിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യും. ക്ലിയർ? രണ്ടാമത്തെ, മൾട്ടിവിറ്റാമിൻ സപ്ലിമെന്റ്സ് ടു ഇംപ്രൂവ് അപ്പറ്റൈറ്റ് ആൻഡ് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി. മൾട്ടിവിറ്റാമിൻ സപ്ലിമെന്റ്സ് കൊടുക്കുന്നത് വഴി വിശപ്പിനെ നമുക്ക് മെച്ചപ്പെടുത്താൻ അതുപോലെ തന്നെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസിനെ ട്രീറ്റ് ചെയ്യാനും യൂസ് ചെയ്യും. മീൻസ് മറ്റ് ഏതാ? ലാസ്റ്റ് പോയിന്റ്, few antibiotics or other medications are given to treat pathogenic infections. അതായത് ആന്റിബയോട്ടിക്സും അതുപോലെ തന്നെ ചില മെഡിക്കേഷൻസും പാത്തോജനിക് ആയിട്ടുള്ള ഇൻഫെക്ഷൻസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പാത്തോജനിക് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ, വൈറസ് ഒക്കെ പരത്തുന്ന അസുഖങ്ങൾ, അതിനെല്ലാം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ക്ലിയർ? ഓക്കെ, ക്ലിയർ ആയോ മരാസ്മസ് എല്ലാവർക്കും? ഓക്കെ ഓക്കെ, അടുത്ത ഫോർത്ത് കണ്ടീഷൻ, മാപ്പിൾ സിറപ്പ് യൂറിൻ ഡിസീസ്. മാപ്പിൾ സിറപ്പ് യൂറിൻ ഡിസീസ്. ഓക്കെ, നിങ്ങൾ മെയിൻ ഹെഡിങ് എഴുതിയില്ല, അതായത് ചാപ്റ്ററിന്റെ ഡെഫിഷ്യൻസി ഡിസീസിന്റെ മെയിൻ ഹെഡിങ് എഴുതിയിട്ട് പ്രോട്ടീൻ ആൻഡ് അമിനോ ആസിഡ് ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് കൊടുക്കണം. ഓക്കെ, രണ്ടും അതായത് പ്രോട്ടീനും അമിനോ ആസിഡ്സിന്റെയും വേരിയേഷൻസ് മൂലം ഉണ്ടാകുന്ന ഡിസീസസ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത് പറഞ്ഞപ്പോൾ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഡിസീസ് എന്നാണ് പറഞ്ഞത്. പ്രോട്ടീൻ ആൻഡ് അമിനോ ആസിഡ് എന്ന് കൂട്ടിച്ചേർക്കാം മെയിൻ ഹെഡിങ്ങിൽ. പ്രോട്ടീൻ ആൻഡ് അമിനോ ആസിഡ് ഡെഫിഷ്യൻസി ഡിസീസസ് എന്ന് കൊടുക്കാം. ക്ലിയർ ആയോ? പ്രോട്ടീൻ ഡെഫിഷ്യൻസി മൂലമുള്ള അസുഖങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അമിനോ ആസിഡ് മൂലമുള്ള അസുഖങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? Is it clear? Okay. Okay. Next, maple syrup urine disease. Fourth one, maple syrup urine disease. Bracket capital letters MSUD. MSUD. Maple syrup urine disease. നിങ്ങൾക്ക് ഇപ്പോൾ എഴുതാൻ കിട്ടിയില്ലെങ്കിൽ എഴുതി വെക്കുക MSUD. MSUD. Okay. എന്താ നോക്കാം. MSUD is a disorder in which the body cannot break down certain parts of proteins. The urine of people with this condition can smell like maple syrup. അതായത് ഈ MSUD അതായത് maple syrup urine disease എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടീൻസിന്റെ ചില ഭാഗങ്ങൾ കറക്റ്റ് ആയിട്ട് ശരീരം ബ്രേക്ക് ഡൗൺ ചെയ്യത്തില്ല. ഓക്കെ, പ്രോട്ടീൻസിന്റെ ചില ഭാഗങ്ങൾ അല്ലെങ്കിൽ ചില പാർട്സിനെ എന്താണ് ബോഡി ബ്രേക്ക് ഡൗൺ ചെയ്യില്ല, നിർവീര്യമാക്കത്തില്ല. ഓക്കെ, then the urine of people with this condition can smell like maple syrup. ഈ ഒരു അസുഖമുള്ള പേഷ്യൻസിന്റെ യൂറിന് ഒരു മേപ്പിൾ സിറപ്പിന്റെ സ്മെല്ലായിരിക്കും. മേപ്പിൾ സിറപ്പ്, മേപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഫ്രൂട്ടാണ്. ഓക്കെ, ഒരു മരത്തിന്റെ ഫ്രൂട്ടാണ് മേപ്പിൾ എന്ന് പറഞ്ഞൊരു മരമുണ്ട്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക, ഒരു എന്താ പറയുക സ്വീറ്റർ സ്മെൽ ഉള്ളൊരു അർത്ഥമാണ് വരുന്നത്. ഓക്കെ, ഒരു സ്വീറ്റർ ആയിട്ടുള്ള സ്മെൽ എന്നുള്ള അർത്ഥം.
ഓക്കെ, മാപ്പിൾ സിറപ്പിന്റെ ഒരു സ്മെല്ലായിരിക്കും ഈ യൂറിന്. ഓക്കെ, ഒന്നുകൂടി പറയാം. MSUD is a disorder in which the body cannot break down certain parts of proteins. The urine of people with this condition can smell like maple syrup. മാപ്പിൾ സിറപ്പ് എന്നുണ്ടെങ്കിൽ ഒരു പഴത്തിന്റെ ഒരു സ്മെല്ല്. ഓക്കെ, ജസ്റ്റ് ഒരു സ്വീറ്റർ ആയിട്ടുള്ള സ്മെല്ല്. മാപ്പിൾ സിറപ്പ് ഒരു സ്വീറ്റർ ആണ്. ഓക്കെ, ആ ഒരു സ്വീറ്ററിന്റെ സ്മെല്ലായിരിക്കും എന്നുള്ള അർത്ഥം. ക്ലിയർ ആയോ? അതായത് പ്രോട്ടീൻസിന്റെ ചില ഭാഗങ്ങൾ ബ്രേക്ക് ഡൗൺ നടക്കത്തില്ല ശരീരത്തിൽ, അങ്ങനെയാണ് ഈ കണ്ടീഷൻ വരുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? The urine of people with this condition can smell like maple syrup. മാപ്പിൾ സിറപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു സ്വീറ്റർ ആണ്. ഓക്കെ, ആ ഒരു സ്വീറ്ററിന്റെ ടേസ്റ്റ്, സ്വീറ്ററിന്റെ ഒരു സ്മെല്ലായിരിക്കും ഈ പേഷ്യൻസിന്റെ യൂറിന്, മീൻസ് ഈ കണ്ടീഷൻ ഉള്ള ആൾക്കാരുടെ യൂറിന്. The urine of people with this condition can smell like maple syrup. മാപ്പിൾ സിറപ്പ് എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ട് ആണ്. ആ ഒരു ഫ്രൂട്ടിന്റെ അല്ലെങ്കിൽ ആ ഒരു സ്വീറ്ററിന്റെ സ്മെല്ലായിരിക്കും. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് സിംറ്റംസ്. ഇത് ലക്ഷണങ്ങൾ. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ വോമിറ്റിംഗ്, സെക്കൻഡ് വൺ ലാക്ക് ഓഫ് എനർജി, നെക്സ്റ്റ് വൺ abnormal movements, next one delayed development. അതായത് വോമിറ്റിംഗ് ഉണ്ടാകും, എനർജി നഷ്ടമാകും, ലാക്ക് ഓഫ് എനർജി, ദെൻ അബ്നോർമൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഉണ്ടാകും, ദെൻ ഡിലേഡ് ഡെവലപ്മെന്റ് എന്നാൽ വൈകിയ രീതിയിലുള്ള വളർച്ചയായിരിക്കും ഉണ്ടാവുക. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് causes in that MSUD is inherited, which means it is passed down through families. അതായത് ഇതൊരു ഇൻഹെറിറ്റൻസ് ആയിട്ടുള്ള ഡിസീസ് ആണ്. അതായത് പാരന്റിൽ നിന്ന് ചിൽഡ്രൻസിലോട്ട് വരുന്ന രീതിയിലുള്ള ഒരു കണ്ടീഷൻ ആണ്. വിച്ച് മീൻസ് ഇറ്റ് ഈസ് പാസ്ഡ് ഡൗൺ ത്രൂ ഫാമിലീസ്. ക്ലിയർ ആയോ? അതായത് പാരന്റ്സിൽ നിന്ന് ചിൽഡ്രനിലോട്ടൊക്കെ വരുന്ന അല്ലെങ്കിൽ കൈമാറുന്ന ഒരു കണ്ടീഷൻ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് കോസ്ഡ് ബൈ എ ഡിഫക്റ്റ് ഇൻ വൺ ഓഫ് ദി 3 genes. അതായത് 3 ജീൻസിൽ ഉണ്ടാകുന്ന, മീൻസ് ജീൻസ് എന്ന് പറഞ്ഞാൽ ജനിതകവസ്തു. ഓക്കെ, 3 ജീൻസിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റ്, വ്യതിയാനം കാരണം അല്ലെങ്കിൽ വേരിയേഷൻ കാരണമാണ് ഈ കണ്ടീഷൻ വരുന്നത്. പീപ്പിൾ വിത്ത് ദിസ് കണ്ടീഷൻ cannot break down the amino acids, that is leucine, valine and isoleucine. അതായത് ഈ കണ്ടീഷനുള്ള ആൾക്കാരിലെ അമിനോ ആസിഡ്സ് ആയ ലൂസിൻ, വാലിൻ, ഐസോലൂസിൻ ഇതിന്റെ ബ്രേക്ക് ഡൗൺ നടക്കത്തില്ല. Then this leads to a buildup of these chemicals in the blood. ഇത് എന്തിനു കാരണമാകും? ഈ കെമിക്കൽസ്, അതായത് കെമിക്കൽസിന്റെ ബിൽഡപ്പിന് കാരണമാകും. രക്തത്തിൽ ഈ അതായത് ഈ ബ്രേക്ക് ഡൗൺ നടക്കാത്ത വസ്തുക്കളുടെ കെമിക്കൽസ് ഡെവലപ്മെന്റിന് അല്ലെങ്കിൽ ബിൽഡപ്പിന് കാരണമാകും. ഒന്നുകൂടി പറയാം. Causes MSUD is inherited, which means it is passed down through families. അതായത് ഫാമിലീസിൽ കൂടിയാണ് ഇത് പകരുന്നത്, മീൻസ് പാരന്റ്സ് ടു ചിൽഡ്രൻസ് ആണ് സ്പ്രെഡ് ആകുന്നത്. ദെൻ ഇറ്റ് ഈസ് കോസ്ഡ് ബൈ എ ഡിഫക്റ്റ് ഇൻ വൺ ഓഫ് 3 genes. ഇത് ജീൻസിലാണ് വേരിയേഷൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് കോസ്ഡ് ബൈ എ ഡിഫക്റ്റ് ഇൻ വൺ ഓഫ് 3 genes. അതായത് 3 ജീൻസിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റ് മൂലമാണ് ഉണ്ടാകുന്നത്. പീപ്പിൾ വിത്ത് ദിസ് കണ്ടീഷൻ cannot break down the amino acids leucine, valine and isoleucine. അതായത് ഈ കണ്ടീഷനുള്ളവരിൽ, അതായത് വാലിൻ, ലൂസിൻ, ഐസോലൂസിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ്സിന്റെ ബ്രേക്ക് ഡൗൺ നടക്കത്തില്ല. Then this leads to buildup of these chemicals in the blood. ഇത് ബ്ലഡിൽ ഈ വസ്തുക്കളുടെ അല്ലെങ്കിൽ ഈ കെമിക്കൽസിന്റെ ബിൽഡപ്പിന് കാരണമാകും. Is it clear? ഒന്നുകൂടി വായിക്കാം. MSUD is inherited, which means it is passed down through families. Full stop. Then in continuation, it is caused by a defect in one of 3 genes. People with this condition cannot break down the amino acids leucine, valine and isoleucine. This leads to a buildup of these chemicals in the blood. Is it clear? Okay. Next, diagnosis. Urine analysis and blood test. First one urine analysis, second one blood test. Then next treatment thiamine.
തയമിൻ, അതായത് ബ്രാക്കറ്റിൽ വിറ്റാമിൻ B1, അതാണ് ഇതിനുള്ള ട്രീറ്റ്മെന്റ്. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ തയമിൻ ആണ്, ബ്രാക്കറ്റിൽ വിറ്റാമിൻ B1. എത്രയാണ് മേപ്പിൾ സിറപ്പ് യൂറിൻ ഡിസീസ്. ക്ലിയർ ആയോ? Diagnosis, urine analysis, then blood test. Urine analysis and blood test. Clear ആയോ? Okay. Okay, next. Okay, question ചോദിക്കാം, എന്നിട്ട് അടുത്തതിലോട്ട് പോകാം. Okay, സെല്ലിയ. എന്താണ് മരാസ്മസ്? Okay. Shihana, what are the symptoms? Okay. Sona, what are the causes? Okay. Alina, what are the diagnoses? Okay. Nishana, management. Okay. Adulya. Okay, എന്താണ് മേപ്പിൾ സിറപ്പ് യൂറിൻ ഡിസീസ്? ഓക്കെ, വേണ്ട. അനുജ, സിംറ്റംസ് പറ. ഡിലേഡ് ഡെവലപ്മെന്റ്. റിസാന, കോസസ് പറ. Okay. Shamna, what are the diagnosis and treatment? Okay. Okay, ഇത്രയാണ് മേപ്പിൾ സിറപ്പ്. അടുത്തൊരു കണ്ടീഷൻ കൂടിയുണ്ട്, ലാസ്റ്റ് കണ്ടീഷൻ, ഫിഫ്ത്ത് കണ്ടീഷൻ, ഫീനൽ കീറ്റോനൂറിയ. ഫീനൽ കീറ്റോനൂറിയ എന്താന്ന് നോക്കാം. ഫീനൽ കീറ്റോനൂറിയ is an inherited disorder that increases the level of a substance called phenylalanine in the blood. Phenylalanine is a building block of proteins that is obtained through the diet. ഫീനൽ കീറ്റോനൂറിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ഡിസോർഡർ ആണ്. ദാറ്റ് ഇൻക്രീസസ് ദ ലെവൽ ഓഫ് എ സബ്സ്റ്റൻസ് കോൾഡ് ഫീനൈൽ അലാനിൻ ഇൻ ദി ബ്ലഡ്. അതായത് ബ്ലഡിൽ ഫീനൈൽ അലാനിൻ എന്ന് പറഞ്ഞ സബ്സ്റ്റൻസസിന്റെ ലെവൽ ഇൻക്രീസ് ആകുകയാണ് ചെയ്യുന്നത്. ദെൻ ഫീനൈൽ അലാനിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ് എ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ പ്രോട്ടീൻസ്, അതായത് അമിനോ ആസിഡ്സ് ആണ്. ഓക്കെ, ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പ്രോട്ടീൻസിന് അമിനോ ആസിഡ്സ് ആണ്. ഓക്കെ, ഫീനൈൽ അലാനിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അമിനോ ആസിഡ്സ് ആണ്. ഇത് ഡയറ്റിൽ നിന്നാണ് എടുക്കുന്നത്, മീൻസ് ഫുഡിൽ നിന്നാണ് ഇത് എന്താ പറയുക കിട്ടുന്നത് നമുക്ക്. ഓക്കെ, ഇത്രയാണ് ഡെഫിനിഷൻ. ഫീനൽ കീറ്റോനൂറിയ is an inherited disorder that increases the level of a substance called phenylalanine in the blood. Phenylalanine is a building block of proteins that is obtained through the diet.
ഡെഫിനിഷൻ ക്ലിയർ ആയോ? ഓക്കെ. ഫീനൽ കീറ്റോന്യൂറിയ ഈസ് ആൻ ഇൻഹെറിറ്റഡ് ഡിസോർഡർ. ഇതൊരു ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ഡിസോർഡർ ആണ്. അതായത് ബ്ലഡിലെ ഫീനൈൽ അലാനിൻ എന്ന് പറഞ്ഞ സബ്സ്റ്റൻസസിന്റെ ലെവല് ഇൻക്രീസ് ആകുക, കൂടുന്നത് വഴിയാണ് ഉണ്ടാകുന്നത്. ഫീനൈൽ അലാനിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പ്രോട്ടീൻസ് ആണ്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അമിനോ ആസിഡ് ആണ്. ഫീനൈൽ അലാനിൻ എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ്സ് ആണ്. ഇത് ഡയറ്റിൽ നിന്നാണ് കിട്ടുന്നത്, മീൻസ് ഫുഡിൽ നിന്നാണ് കിട്ടുന്നത്. Is it clear? Okay. Next, cause. Cause എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഹെറിറ്റൻസ് ആണ്. ഓൾറെഡി പറഞ്ഞ ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ഡിസോർഡർ ആണ്. ഇൻഹെറിറ്റൻസ് ആണ്. അതായത് എ ഡിഫക്റ്റീവ് ജീൻ കോസസ് ഫീനൈൽ കീറ്റോനൂറിയ. ഒരു ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീനിലുണ്ടാകുന്ന ഒരു വ്യതിയാനമാണ് ഇതിന് കാരണം. ഓക്കെ. കോസ് എന്ന് പറഞ്ഞാൽ ഇൻഹെറിറ്റൻസ് ആണ്. എ ഡിഫക്റ്റീവ് ജീൻ കോസസ് ഫീനൈൽ കീറ്റോനൂറിയ. ഒരു ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീനാണ് ഇതിന് കാരണം. Then symptoms, seizures മീൻസ് എപ്പിലെപ്സി പോലെ അനുഭവപ്പെടുക. ദെൻ ട്രമേഴ്സ് മീൻസ് വിറയൽ ഉണ്ടാവുക. ദെൻ സ്കിൻ കണ്ടീഷൻസ് സച്ചസ് എക്സിമ. എക്സിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഇപ്പൊ സോപ്പ് ഉപയോഗിച്ച് സോപ്പിന്റെ അലർജി മൂലം കൈകളിൽ എന്താ പറയാ തൊലി പോകില്ല, ആ ഒരു കണ്ടീഷനൊക്കെയാണ് എക്സിമ എന്ന് പറയാം. ഓക്കെ. ദെൻ ഹൈപ്പർ ആക്ടിവിറ്റീസ് കൂടുക. ദെൻ ഡിലേഡ് ഡെവലപ്മെന്റ് എന്താ പറയാ വൈകിയ രീതിയിലുള്ള ഡെവലപ്മെന്റ് ആയിരിക്കും ഉണ്ടാവുക. Then a musty odor in the breath, skin or urine. A musty odor എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചീഞ്ഞ പോലത്തെ അല്ലെങ്കിൽ ഒരു പഴകിയ പോലത്തെ സ്മെല്ല് ബ്രീത്തിലും മീൻസ് ശ്വാസത്തിലുണ്ടാകും. അതുപോലെ തന്നെ സ്കിന്നിൽ അനുഭവപ്പെടും, അല്ലെങ്കിൽ യൂറിനിൽ. ഇവിടെയെല്ലാം എന്താ പറയുക, ഒരു മസ്റ്റി ഓർഡർ മീൻസ് ഒരു ചീഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ ഒരു പഴകിയ രീതിയിലുള്ള സ്മെല്ല് അനുഭവപ്പെടും. മസ്റ്റി ഓർഡർ എന്ന് പറഞ്ഞാൽ ചീഞ്ഞ അല്ലെങ്കിൽ പഴകിയ രീതിയിലുള്ള സ്മെല്ലിനെയാണ് മസ്റ്റി ഓർഡർ എന്ന് പറയുന്നത്. അത് ബ്രീത്തില്, സ്കിന്നില്, അതുപോലെ തന്നെ യൂറിനിലൊക്കെ അനുഭവപ്പെടും. ഒന്നുകൂടി പറയാം. സിംറ്റംസ്, സീഷേഴ്സ്. സെക്കൻഡ് വൺ ട്രമേഴ്സ്. തേർഡ് വൺ സ്കിൻ കണ്ടീഷൻസ് സച്ചസ് എക്സിമ. ദെൻ തേർഡ് വൺ ഹൈപ്പർ ആക്ടിവിറ്റി. ദെൻ നെക്സ്റ്റ് വൺ ഡിലേഡ് ഡെവലപ്മെന്റ്. ലാസ്റ്റ് വൺ എ മസ്റ്റി ഓർഡർ ഇൻ ദ ബ്രീത്ത്, സ്കിൻ ഓർ യൂറിൻ. ദെൻ ഡയഗ്നോസിസ് ബ്ലഡ് ടെസ്റ്റ്. ഡയഗ്നോസിസ് ബ്ലഡ് ടെസ്റ്റ് ആണ്. ദെൻ മാനേജ്മെന്റ്. ഫസ്റ്റ് പോയിന്റ്, ഡയറ്റ് ചേഞ്ചസ് മീൻസ് ലിമിറ്റ്സ് ദ ഇൻടേക്ക് ഓഫ് ഫീനൈൽ അലാനിൻ. അതായത് ഡയറ്റിൽ ചേഞ്ച് ചെയ്യുക, ഡയറ്റിൽ വ്യത്യാസം വരുത്തുക. അതായത് ഫീനൈൽ അലാനിൻ ഫുഡിൽ എടുക്കുന്നത് കുറയ്ക്കുക. ദെൻ സെക്കൻഡ് വൺ മെഡിക്കേഷൻ സച്ചസ് സാപ്രോപ്രോട്ടീൻ. മാനേജ്മെന്റ് തന്നെ ഡയറ്റ് ചേഞ്ചസ് മീൻസ് ലിമിറ്റ് ദ ഇൻടേക്ക് ഓഫ് ഫീനൈൽ അലാനിൻ. ആൻഡ് സെക്കൻഡ് വൺ മെഡിക്കേഷൻ സച്ചസ് സാപ്രോപ്രോട്ടീൻ. ഇത്രയാണ് ഫീനൈൽ കീറ്റോന്യൂറിയ. ക്ലിയർ ആയോ? ഓക്കെ. ഫസ്റ്റ് പോയിന്റ്, ഡയറ്റ് ചേഞ്ചസ് മീൻസ് ലിമിറ്റ് ദ ഇൻടേക്ക് ഓഫ് ഫീനൈൽ അലാനിൻ. അതായത് ഡയറ്റിൽ വ്യത്യാസം വരുത്തുക മീൻസ് ഫീനൈൽ അലാനിൻ അടങ്ങിയിരിക്കുന്ന ഫുഡ് കുറയ്ക്കുക. ദെൻ സെക്കൻഡ് വൺ മെഡിക്കേഷൻ മീൻസ് സച്ചസ് സാപ്രോപ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ മെഡിക്കേഷൻ കഴിക്കുന്നത് വഴിയും കുറയ്ക്കാം. സച്ചസ് സാപ്രോപ്രോട്ടീൻ. ക്ലിയർ? ഓക്കെ. എനി ഡൗട്ട്? ഇത്രയാണ് കണ്ടീഷൻസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ടൈം ആയിട്ടുണ്ട്. നാളെ നമുക്ക് ടെസ്റ്റിലോട്ട് പോകാം. അടുത്ത ടെസ്റ്റുകളാണ്. ടെസ്റ്റിലോട്ട് പോകാം. ഓക്കെ. നാളെ വരുമ്പോൾ പഠിച്ചിട്ട് വരാം. ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കും. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.